നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലത്ത് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി. FC ബാഴ്സലോണക്കൊപ്പം ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കിയപ്പോഴും അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഒന്നും തന്നെ അവകാശപ്പെടാൻ മെസ്സിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, തുടർച്ചയായി 3 ഫൈനലുകളിൽ മെസ്സിയും അർജന്റീനയും പരാജയപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെ ലയണൽ മെസ്സി അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2016 അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം. പക്ഷേ പിന്നീട് നാഷണൽ ടീമിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. തുടർന്നും ഒരൽപ്പം പ്രതിസന്ധികൾ ഒക്കെ നേരിടേണ്ടി വന്നെങ്കിലും ഇന്ന് അർജന്റീനക്കൊപ്പം എല്ലാം തന്നെ സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോപ്പ അമേരിക്കയും വേൾഡ് കപ്പ് കിരീടവും ഒക്കെ അർജന്റീനയുടെ ഷെൽഫിലുണ്ട്. അതിലൊക്കെ വലിയ പങ്ക് വഹിക്കാൻ ഈ ഒരു ക്യാപ്റ്റന് കഴിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഇതേക്കുറിച്ച് അർജന്റീൻ ഇതിഹാസമായ മരിയോ കെമ്പസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ എല്ലാത്തിനെയും ബഹുമാനിക്കേണ്ടതുണ്ട്. മെസ്സി അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും വിരമിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല എന്നാണ്. അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൂടി പിഴവാണ്. എന്തിനാണ് അർജന്റീനയിലേക്ക് വന്നുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നത് എന്ന ഒരു തോന്നൽ ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. സാധ്യമായതെല്ലാം അദ്ദേഹം ചെയ്തു. ക്ലബ്ബ് തലത്തിൽ എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷെ ദേശീയ തലത്തിൽ ഒന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വിരമിച്ചത്. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഇന്ന് അർജന്റീനയോടൊപ്പം വേൾഡ് കപ്പ് ചാമ്പ്യനാണ് മെസ്സി. തനിക്ക് ലഭിക്കേണ്ട ആ ഒരു ബഹുമാനം അത് അർജന്റീനക്കാരിൽ നിന്നും മെസ്സി ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മെസ്സിക്ക് ടീം വിടണമെങ്കിൽ വിടാം, മെസ്സിക്ക് ടീമിൽ തുടരണമെങ്കിൽ തുടരാം. അദ്ദേഹത്തിൻ്റെ ഏത് തീരുമാനത്തെയും നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാകാം. ഇതാണ് അർജന്റീന ഇതിഹാസമായ മരിയോ കെമ്പസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വർഷത്തെ കോപ്പ അമേരിക്കയാണ് അർജന്റീനയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഈ ഒരു കിരീടം നിലനിർത്തേണ്ടതുണ്ട്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വരുന്ന കോപ്പ അമേരിക്കയ്ക്ക് അർജന്റീന ഇറങ്ങുക. ഫൈനൽ വരെ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ മുന്നേറാനുള്ള ഒരു അവസരം ഇപ്പോൾ അർജന്റീനയ്ക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.